ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈസി അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് പതാഞ്ജലിയുടെ അലോവേറ ജെല്ലാണ് കേട്ടോ. അതിനുശേഷം ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിമാലയയുടെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിന്ന് ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ മേക്കപ്പ് അല്ലേ, അപ്പോൾ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പിൻസ് എന്ന് പറഞ്ഞ BB ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണുന്നുള്ളവർ കണ്ടു നോക്കിയാൽ മതി. ഇത് സാധാരണ പോലെ തന്നെ ഫേസിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഫേസിൽ ഇട്ടതിന് ശേഷം അങ്ങനെ ഭയങ്കരമായിട്ട് പുട്ടടിച്ച പോലെയൊന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മുടെ ഫേസിൻ്റെ പോലെ തന്നെ ഉണ്ടാവുള്ളൂ, ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പിൻസിൻ്റെ തന്നെ ടാൽക്കം പൗഡറാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ സാധാരണ പൗഡർ പോലെ വൈറ്റ് കളറായിരിക്കില്ല. ഇതിന് കോമ്പാക്റ്റിൻ്റെ ഒക്കെ കളറില്ലേ, ആ കളറായിരിക്കും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിന്ന് ചെയ്യുന്ന മേക്കപ്പ് സാരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചാവുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ. സാരി മാത്രമല്ല, ഏതൊരു എത്നിക് വെയറിൻ്റെ കൂടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന മേക്കപ്പാണ്. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു കേട്ടോ. പക്ഷെ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി, അപ്പോൾ സോറി. ഞാൻ മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ ഐലൈനർ എഴുതാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഫ്ലവറിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു ബ്രഷിൽ എടുത്തതിന് ശേഷം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുകളിലായിട്ട് എഴുതി കൊടുത്തു. അതിനുശേഷം ഞാൻ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് ചെറിയൊരു വിങ്ങും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ താഴെ വാട്ടർ ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് NYBയുടെ കാജലാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. വാട്ടർ ലൈൻ എഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ വെച്ചിട്ട് താഴെ ലാഷ് ലൈനിൽ ഔട്ടർ കോർണറിലായിട്ട് നല്ല തിക്കായിട്ട് എഴുതുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ണിന് കൂടുതൽ വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
നെക്സ്റ്റ് മസ്കാര ഇടണം. അപ്പോൾ ഞാനിവിടെ മേബിലിൻ്റെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ലിപ് ബാം ഒന്ന് ബ്ലോട്ട് ചെയ്യണം. ഒരു ടിഷ്യൂ വെച്ച് ബ്ലോട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൈമ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാനിന്ന് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് NYBയുടെ ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇതൊരു പിങ്കിഷ് ന്യൂഡാണ്, നല്ലൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു സാരിയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്രീൻ കളറ് പൊട്ടും കൂടെ വെച്ച് ഈ ലുക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനൊരു കമ്മൽ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയർ ടൈ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ലുക്ക് നിങ്ങൾക്ക് ഏതൊരു എത്നിക് വെയറിൻ്റെ കൂടെയും നന്നായിട്ട് സൂട്ടാവുന്ന ഒരു സിമ്പിൾ ലുക്കല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.